എല്ലാവർക്കും ബഫർ ടൈം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതേ നല്ല മഴയത്ത് ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ നല്ല കറുമുറുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയിലും പരിപ്പോടെയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കൊരു 250 ഗ്രാം പരിപ്പ് വേണം. അത് ഞാനൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം, എന്നാൽ 1 ടീസ്പൂൺ ധാരാളം മതി. പിന്നെ വറ്റൽമുളക് ഒരു 5 എണ്ണം. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ അരിഞ്ഞെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇവിടെ ഒരു 2 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പരിപ്പ് എടുത്തിട്ട് അതിനെ ഒരു വെള്ളത്തിൽ മുങ്ങാൻ പാകത്തിന് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. 1 മണിക്കൂറോളം കുതിരാൻ വെക്കാം. കുതിർന്ന് ആ പരിപ്പ് റെഡി ആയിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂറോളം വേണം റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ പരിപ്പിനെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം പരിപ്പ് നന്നായിട്ട് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന പരിപ്പിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് ഞാൻ മാറ്റുന്നില്ല, കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജീരകം ഞാനൊരു 3/4 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് ഒട്ടും കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഉപ്പ് 1 ടീസ്പൂണാണ് ആവശ്യമുള്ളത്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മിക്സ് ചെയ്തെടുത്ത പരിപ്പും അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളിനി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് അതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പരിപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കുറച്ച് കളർ കിട്ടാനും അതുപോലെ കുറച്ച് സ്പൈസി ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്കിനി അതിനെ ഒന്ന് ഉരുട്ടി ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പരിപ്പുവടയുടെ ഷേപ്പിൽ കിട്ടും. നമ്മളിവിടെ ഏകദേശം ഒരു 10-15 കുട്ടി പരിപ്പുവടകൾക്കുള്ള മിക്സ്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ 250 ഗ്രാം പരിപ്പ് ഉപയോഗിച്ച് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചെറുതാണെങ്കിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാനിലേക്ക് 1 കപ്പ് എണ്ണ എടുത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ പരിപ്പുവടകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതിനെ കുക്ക് ചെയ്യണം. ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ റെഡിയായി വരണം. നമ്മുടെ പരിപ്പുവട നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അത് നമുക്ക് കട്ടൻ കാപ്പിയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി പരിപ്പുവടയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.